ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് നല്ല അടിപൊളി ഒരു ഇഫ്താർ ബൊഫെ കഴിക്കാൻ വേണ്ടി പോവാണ്. എവിടെയാണെന്നല്ലേ, നമ്മൾ ഷാർജയിൽ തന്നെയാണ് പോകുന്നത്. പതിവ് പോലെ തന്നെ നമ്മൾ ഇഫ്താർ ബൊഫെ കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കില്ല. ലാസ്റ്റ് വരെ ഞങ്ങൾ കണ്ടിരിക്കുക വീഡിയോ. അഥവാ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുക. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വച്ച് പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് നടക്കാനുള്ള ദൂരത്തിലായതുകൊണ്ടാണ് കേട്ടോ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ നമ്മൾ വിചാരിച്ചത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് മുന്നേ വേറൊരു മാനേജ്മെൻ്റ് ആയിരുന്നു. ഇപ്പം മലയാളികളൊക്കെ ഏറ്റെടുത്തിട്ട് അതിനെ ട്രഡീഷണൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. കച്ചറ ഒന്നടി ഒന്ന് ബാക്കില് ക്യാമറ പിടിക്കുന്നത് ആണ് ഏറ്റവും വലിയ കച്ചറ. ഓ വാവ്, ക്യാമറ പിടിക്കുന്നതിന്റെ അത്രയും വലിയ കച്ചറ ആരില്ല. നമ്മൾ ഏകദേശം എത്താറായി. ഞങ്ങൾ നടന്നു, നേരം ഇരുട്ടിക്കും കൂടിയില്ല. ബാങ്ക് വിളിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ. ബേബി How's it? nice. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഓക്കെ, നമ്മൾ ആദ്യം കട്ട് ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പള്ളി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പള്ളി പോയി നിസ്കരിച്ചോ. എന്നിട്ടാണ് നമ്മൾ വന്നിട്ട് മെയിൻ കോഴ്സിലേക്ക് കടന്നത്. മെയിൻ കോഴ്സെല്ലാം ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് വോയിസ് ഓവർ ചെയ്യാനേ പറ്റത്തുള്ളൂ. ആ ഒരു സമയത്ത് എനിക്കൊന്നും വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോനെ പറ്റി. നമുക്ക് നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്ന ഇക്കുവിനോടും മനുവിനോടും ചോദിച്ചു നോക്കാം ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇക്കു വെയിറ്റ്, ഹൗ വാസ് ദ ഫുഡ്? ഇക്കു, ഫുഡ് അമേസിംഗ്, അടിപൊളിയായിരുന്നു. ഔട്ട് ഓഫ് 10 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മട്ടനാണ്. മട്ടൻ കറി സൂപ്പർ ആയിരുന്നു. മട്ടൻ കറി ആൻഡ് ബീഫ് ഫ്രൈ അടിപൊളിയായിരുന്നു. അപ്പം ഔട്ട് ഓഫ് 10 എത്ര റേറ്റ് ചെയ്യാം? 8 കുറഞ്ഞു പോയില്ലേ? ഓക്കെ 9. ഓക്കെ 9. ഓക്കെ 10 സോറി 10 ഔട്ട് ഓഫ് 10 ആണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് മിൽക്ക് ടീ പെർ ഹെഡ് എത്രയാണ് ചാർജ് ആയതൊക്കെ? 28. ചായ ഇൻക്ലൂഡിങ് അല്ല കേട്ടോ, ചായ എക്സ്ക്ലൂഡിങ് ആണ്. ചായ നമ്മൾ എക്സ്ട്രാ പറഞ്ഞതാണ്. പക്ഷെ അടിപൊളിയായിരുന്നു. മനു, ഹൗ വാസ് ദ ഫുഡ്? Very nice. Tell something about the food, man. Very nice. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? Beef fry. ബീഫ് ഫ്രൈയും മട്ടൻ കറിയും. മട്ടൻ കറിയും ബീഫ് ഫ്രൈയും ആണ് അവിടെ ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്കും പറയാനുള്ളൂ, മട്ടൻ കറി ഒരു രക്ഷയില്ലായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ അപ്പം അടിപൊളിയായിരുന്നു. തരിക്കഞ്ഞി ഉണ്ടായിരുന്നു. തരിക്കഞ്ഞിയൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുവരെ ഞാൻ പോയ ഇഫ്താറും നമ്മളെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇഫ്താറും സൂറും ഒക്കെ കഴിക്കാനാണ് കേട്ടോ നമ്മൾ പോവാറുള്ളത്. ഇതുവരെ ഞാൻ കഴിച്ച ഫുഡിൽ എനിക്ക് തോന്നി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു ഫുഡ്.
9.8 ഒക്കെ ഞാൻ റേറ്റ് ചെയ്യാം. ബാക്കി ആ ഒരു 0.2 എന്തിനാണ് ഞാനത് കളഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫുകൾക്ക് കുറച്ച് കോർഡിനേഷൻ കുറവുണ്ടായിരുന്നു, കുറച്ചൊരു തപ്പിത്തടയലും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വെറുതെ ബിസി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമേഴ്സിനെ കാര്യമായിട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും തീരെ അങ്ങ് ശ്രദ്ധിക്കാതെയൊന്നും ഇല്ല കേട്ടോ. ആ ഒരു 0.2 ആണ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും അടിപൊളി തന്നെയായിരുന്നു അവർ. എന്നാലും കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഫുഡിൻ്റെ കാര്യത്തിലല്ല കേട്ടോ, ഫുഡ് സൂപ്പറായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇത് ലൊക്കേഷൻ വന്നിട്ട് അൽമജാസ് 3-ലാണ്. അൽ സഫ റെസ്റ്റോറൻ്റ് എന്നാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്, ഹക്കീക്കത്ത് അൽ സഫ. ഞാൻ പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഗൂഗിളിൽ തപ്പാൻ ഡിഫിക്കൽട്ട് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കാർഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനത് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർ വന്ന് ഫുഡ് കഴിക്കുക. പിന്നെ ഇവർ സുഹൂറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സുഹൂർ നമ്മൾ കഴിച്ച് നോക്കിയിട്ടില്ല, അപ്പോൾ ഇഫ്താർ നമ്മൾ കഴിച്ച് നോക്കിയിട്ടുണ്ട്. സോ 10 on 10 ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.